ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. ഏകസത്യദൈവമാകുന്ന പിതാവിന് ഈ പ്രഭാതത്തിൽ മഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. കഴിഞ്ഞ ദിവസം ലോകം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവെന്ന ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷിച്ചപ്പോൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരിക്കുന്ന വചന സത്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരനിൽ കൂടി നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി. ഈ പകലിൽ വീണ്ടും ഒരിക്കൽ കൂടി യഹൂദന്മാരുടെ രാജാവായി പിറന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. യഹൂദന്മാരുടെ രാജാവായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ പിറന്നത്. യഹൂദ കുലത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും വ്യക്തി മുദ്ര പതിപ്പിക്കുകയും ചെയ്ത ധാരാളം വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 5 പേരുടെ കാര്യം ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരിക്കുന്ന കാറൽ മാർക്സ്. ഈ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് വെച്ചതായിരിക്കുന്ന കാറൽ മാർക്സ് ഒരു യഹൂദനായിരുന്നു. 2, സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചതായിരിക്കുന്ന മനഃശാസ്ത്രത്തിന്റെ പിതാവായിരിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഒരു യഹൂദനായിട്ടാണ് ജനിച്ചത്. അതുപോലെ പരിണാമ സിദ്ധാന്തം, ചാൾസ് ഡാർവിൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് പരിണാമ സിദ്ധാന്തം എന്നുള്ളതായിരിക്കുന്ന വിഷയം ലോകത്തിന്റെ മുമ്പാകെ വെച്ചത്. അടുത്തതായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ശാസ്ത്രജ്ഞനായിരുന്നു. കൂടാതെ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ വായിക്കുന്ന ഒരു പുസ്തകം, ആൻ ഫ്രാങ്ക് എന്ന യഹൂദ പെൺകുട്ടി 13-ാമത്തെ വയസ്സിൽ ഡയറി കുറിപ്പുകൾ എഴുതി ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചതായിരിക്കുന്ന യഹൂദ പെൺകുട്ടി. ഇങ്ങനെ ധാരാളം വ്യക്തികൾ യഹൂദ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു ജനിച്ചതുപോലെ ജനിച്ച ഒരു യഹൂദൻ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ രാജാവായിട്ടായിരുന്നു. രാജാവായിട്ട് ജനിച്ച ഒരു യഹൂദനുണ്ടെങ്കിൽ അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശു കർത്താവിന്റെ അമ്മയായിരിക്കുന്ന മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ എന്ന ദൂതൻ ദൈവകൽപ്പനയുമായി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന വചനങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ പറയുന്നു. ഈ വചനങ്ങളിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനായിരിക്കുന്ന യേശുക്രിസ്തു ആരാണെന്നും അവിടുത്തെ വലിപ്പം എന്താണെന്നും അവിടുത്തെ മഹത്വം എന്താണെന്നും വ്യക്തമാക്കുന്നു. 1, അവൻ വലിയവനാകും. ചരിത്രത്തിൽ ഒരുപാട് വലിയവന്മാർ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഒരു വിധത്തിൽ പറയാം. എന്നാൽ യേശുക്രിസ്തുവിനെ പോലെ ഒരു വലിയവൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ദ ഗ്രേറ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന വ്യക്തികളുണ്ട്. അതായത് അലക്സാണ്ടർ ചക്രവർത്തിയെ മഹാനായ അലക്സാണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം മഹാനായിരിക്കുമ്പോൾ തന്നെ ലോകം മുഴുവനും ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു മഹാനായിട്ട് തീർന്നിട്ടില്ല.
എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തുള്ള 7 വൻകരകളിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും അവിടുത്തെ നാമം പൂജിതമായിട്ട് കരുതുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച് ആരാധനയും പ്രാർത്ഥനയും കഴിക്കുന്നു. ഇത്ര വലിയവനായി ഒരുവൻ ഉണ്ടായിട്ടുണ്ടോ? ചരിത്രത്തിലെ ഏറ്റവും വലിയവനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. 2, ദൂതൻ പറയുന്നു അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അത്യുന്നതന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രനായിട്ടാണ് അവിടെ നിന്ന് ശോഭിച്ചത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സ്വർഗീയ ശബ്ദം പലതവണ മനുഷ്യർ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവായ യേശു അത്യുന്നതന്റെ പുത്രനായിരുന്നു. 3, കർത്താവായിരിക്കുന്ന ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവായ ദൈവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പിതാവായി ഇസ്രയേലിൽ 2ാമതായിട്ട് വാണതായിരിക്കുന്ന ദാവീദ് രാജാവിന്റെ സിംഹാസനം ദൈവപുത്രനായിരിക്കുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന് നൽകും എന്ന് ഇവിടെ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്. ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഒരിക്കൽ നാഥാൻ പ്രവാചകനിൽ കൂടി ദാവീദിന് വെളിപ്പെട്ടതാണ്. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ ആ കാര്യം കാണാനായിട്ട് കഴിയുന്നതാണ്. 4, യാക്കോബ് ഗൃഹത്തിന് അവൻ എന്നേക്കും രാജാവായിരിക്കും. യാക്കോബ് ഗൃഹം അഥവാ ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങൾക്ക് എന്നേക്കും രാജാവായിട്ട് കർത്താവായിരിക്കുന്ന യേശു ആയിരിക്കും എന്ന് ദൂതൻ പറയുകയാണ്. 5ാമതായിട്ട് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഒരിക്കലും അവസാനിക്കാത്ത രാജ്യം, അതിരുകൾ ഇല്ലാത്തതായിരിക്കുന്ന രാജ്യം, ഭൂലോകം മുഴുവനും വാണരുളുന്നവനാകുന്ന രാജാതിരാജാവാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്നാണ് ഇവിടെ ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ രാജാവായിട്ട് ജനിച്ച ഒരു യഹൂദൻ ഉണ്ടായിട്ടില്ല. യഹൂദ കുടുംബത്തിൽ ധാരാളം വ്യക്തികൾ ഈ ലോകത്തിന് സംഭാവന ചെയ്ത, ലോകത്തിന് നന്മ ചെയ്ത, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ രാജാവായി പിറന്ന് രാജാവായി ജീവിച്ച് എന്നേക്കും രാജാവായിരിക്കാനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത ഒരുവൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയാനായി കഴിയുന്നത്. ഈ പകൽക്കാലം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു രാജാവായിട്ട് പിറന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ ദിവസങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. എന്നേക്കും രാജാവായിരിക്കുവാൻ അന്തമില്ലാത്ത രാജ്യത്തിന്റെ അവകാശിയായി അവിടെ നീ ലോകത്ത് ജനിച്ചു. സർവഭൂമിക്കും രാജാവാകുന്ന യഹോവയാകുന്ന ദൈവം, ആ സർവഭൂമിക്കും രാജാവാകുന്ന യഹോവയാകുന്ന ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന വ്യക്തിയാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. യഹോവയായ ദൈവം മഹാരാജാവാണ്. അതുപോലെ നമ്മുടെ കർത്താവ് മഹാരാജാവും രാജാതിരാജാവും കർത്താതി കർത്താവും ധന്യനായിരിക്കുന്ന ഏകാധിപതിയുമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് രാജാവാണ്. ഈ രാജാവാകുന്ന കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എൻ്റെ രാജാവാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷിതാവാണെന്ന് ആര് ഏറ്റുപറയുകയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമോ ആ വ്യക്തിക്ക് പാപമോചനം കിട്ടും. ആ വ്യക്തി പുതുതായി ജനിക്കും, ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറും. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശു സർവവല്ലഭനായ രാജാവാണ്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ വാഴണം. അവിടുന്ന് രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മയും നൽകണം. അതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. രാജാവായ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ഈ പകൽക്കാലം ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവമാകുന്ന കർത്താവ് വീണ്ടും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
തൃപ്തി